ഹാപ്പി ഗാർഡനിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷനേരം കൊണ്ട് അറിയാൻ സാധിക്കൂ. നമുക്ക് അല്പം ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ആഫ്രിക്കൻ വയലറ്റ്സ്. അപ്പോൾ ആഫ്രിക്കൻ വയലറ്റിനെ കുറിച്ച് നമ്മൾ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയിൽ നമ്മൾ ആഫ്രിക്കൻ വയലറ്റിന് കൊടുക്കേണ്ട കെയർ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആഫ്രിക്കൻ വയലറ്റ് നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ ഇതിൻ്റെ വിത്തൊന്നും വേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഇഷ്ടം പോലെ തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു ചെടി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ വിത്തോ അല്ലെങ്കിൽ മറ്റുള്ള നടീൽ വസ്തു ഒന്നും വേണ്ട. വളരെ സിമ്പിളായിട്ട് ഇതിൻ്റെ ഇല ഉപയോഗിച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇഷ്ടം പോലെ തൈകൾ ഉണ്ടാക്കിയെടുക്കാനും. അപ്പം പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു വീഡിയോ കൂടി ചെയ്യണം, അത് എന്തായാലും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എങ്ങനെയാണ് ആഫ്രിക്കൻ വയലറ്റിൻ്റെ തൈകൾ വിത്തില്ലാതെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് കിടക്കാം. അപ്പോൾ ഈ ആഫ്രിക്കൻ വയലറ്റിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഇല ഉപയോഗിക്കാം. ഇല നമ്മൾ മുറിച്ചെടുത്ത ശേഷം ഈ ഇലയ്ക്ക് വേര് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇലയുടെ കടഭാഗത്തുനിന്ന് പുതിയ കുഞ്ഞു കുഞ്ഞു തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന കുഞ്ഞു തൈകൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇലയിൽ നിന്ന് നമുക്ക് 2-3 തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ഇഷ്ടം പോലെ തൈകൾ നമുക്ക് ഒരു ചെടിയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് നമ്മൾ ആദ്യം വേണ്ടത് ഇതുപോലൊരു ഇല നമ്മൾ ഈ ഒരു ആഫ്രിക്കൻ വയലറ്റിൻ്റെ കടഭാഗത്ത് നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു കടഭാഗത്ത് ഉണ്ടാകുന്ന ഇലകൾ മണ്ണിലൊക്കെ തട്ടുന്ന സമയത്ത് ആ ഒരു ഭാഗം ചീഞ്ഞൊക്കെ പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ ചീഞ്ഞ് പോകുന്നതിന് മുൻപായിട്ട് നമ്മളൊരു ഭാഗം അല്ലെങ്കിൽ ഒരു ഇല മുറിച്ചെടുക്കുക. ഇത് നമ്മൾ മണ്ണിലോട്ട് നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഒരുപാട് തൈകൾ ഇതിൻ്റെ കടഭാഗത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ പുതിയ തൈകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുത്തിവെച്ച ഇലകളാണ് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു മാസം കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ചോട്ടിൽ നിന്നൊക്കെ പുതിയ തൈകൾ പൊടിച്ചുണ്ടാവും. അപ്പോൾ ഈ ഒരു ഇല നമ്മൾ നടുന്ന സമയത്ത് ഇതുപോലെ ചെരിച്ചാണ് വെക്കേണ്ടത്, നേരെ കുത്തനെ വെക്കാതെ ഇതുപോലെ ചെരിച്ച്. അപ്പോൾ എന്ത് പോട്ട് മിക്സിലാണ് ഇത് വെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മണ്ണ്, ചാണകപ്പൊടി, അല്പം കോക്കോപ്പീറ്റ് നമ്മൾ കൂടാൻ പാടില്ല, കൂടിക്കഴിഞ്ഞാൽ ഇലകൾ ചീഞ്ഞു പോകും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ഒരു പോട്ട് മിക്സിലാണ് നമ്മൾ ഈ ഒരു ഇലകളെല്ലാം കുത്തിവെച്ചിരിക്കുന്നത്. ഇതിങ്ങനെ കുത്തിവെച്ച് കഴിഞ്ഞാൽ അധികം നനച്ചു കൊടുക്കാനും പാടില്ല. അധികം വെള്ളം ആയി കഴിഞ്ഞാൽ ഇത് ചീഞ്ഞു പോകും. ഇലയുടെ അടിഭാഗത്തു നിന്ന് ചീച്ചിൽ കയറിയിട്ട് ഇല മുഴുവനായിട്ട് ചീഞ്ഞു പോകും. അപ്പം അങ്ങനെ ചീഞ്ഞു പോകാതിരിക്കാൻ നമ്മൾ വെള്ളം ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് മാത്രം കൊടുക്കുക. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞ് ഏകദേശം 1 മാസം ആകുമ്പോൾ ഇതിൻ്റെ ചോട്ടിൽ ചെറിയ പൊടിപ്പ് പോലെ കുഞ്ഞു തൈകൾ വരും. ഇത് 1 മാസമായ ഒരു ഇലയാണിത്. ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തന്നെ. ഇതിൻ്റെ ചോട്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും, ചെറിയ കുഞ്ഞു തളിർപ്പ് പോലെ 2 തൈകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഒരു ചെടിയുടെ ഒരു ഇലയുടെ ചോട്ടിൽ തന്നെ 2-3 തൈകൾ, ചിലപ്പോൾ 5-6 തൈകളൊക്കെ ഉണ്ടായി വരും, പൊട്ടിമുളച്ചുണ്ടാവും. ഇത് കുറച്ച് വലുപ്പം എത്തുമ്പോൾ 2 മാസം ആവുന്ന സമയത്ത് നമുക്ക് ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് വേറെ ചട്ടിയിലോട്ട് നമുക്ക് മാറ്റിയിടാം. പക്ഷേ ഇതിപ്പോൾ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല, വളരെ ചെറിയ തൈയാണ്, ഇതിന് വേരൊന്നും വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ വേരൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ കുറച്ചും കൂടി വലിപ്പത്തി വരും തൈ. അപ്പോൾ ഇങ്ങനെ കുറച്ചും കൂടി വലിപ്പത്തി, ഇതിപ്പോൾ ഒരു ഇലയിൽ ഒരു തൈ വന്നിട്ടുള്ളൂ. ചിലത് അങ്ങനെയാണ്, ചിലതിൽ 1 തൈ വരും, ചിലത് 2 തൈ വരും. അത് ആ ഒരു ഇലയുടെ അനുസരിച്ചും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ വേര് എത്രത്തോളം ഡെവലപ്പ് ആയിട്ടുണ്ട് എന്നൊക്കെ അനുസരിച്ചാണ്. അപ്പോൾ ഈ ഇല നമ്മൾ നടുന്ന സമയത്ത് അല്പം ചെരിച്ച് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറേ അധികം തൈകൾ ഉണ്ടാകാൻ വേണ്ടി ഒരു ടെൻഡൻസി ഇതിനുണ്ടാവും. അപ്പം അങ്ങനെ ചുവട്ടിൽ നിന്ന് ഒരുപാട് തൈകൾ ഉണ്ടാവും. തണലുള്ള ഭാഗത്താണ് ഈ ഒരു ഇലകളെല്ലാം വെക്കേണ്ടത്. അപ്പോൾ തണലുള്ള ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഒരുപാട് ചെടികളാക്കി മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ആഫ്രിക്കൻ വയലറ്റ് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം, വെള്ളം കൊടുക്കുന്ന കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഒരൊറ്റ ഇലയും നമുക്ക് തൈകളാക്കി മാറ്റാൻ പറ്റില്ല, എല്ലാം ചീഞ്ഞു പോകും. അപ്പോൾ അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഒരു മഷിത്തണ്ട് പോലെയുള്ളൊരു ചെടിയാണ് ആഫ്രിക്കൻ വയലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇതിൻ്റെ ഇലകൾക്കുള്ളിലെല്ലാം വെള്ളമുണ്ട്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇലകളാണ്. നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇലകളെല്ലാം മുറിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ എടുത്ത് മാറ്റുക അല്ലെങ്കിൽ ഇലകൾ മുറിച്ചെടുക്കുകയൊക്കെ ചെയ്യേണ്ട ഒരു പ്ലാന്റ് ആണിത്. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഇത് തൊട്ട് കഴിയുമ്പോൾ തന്നെ ഇലകളെല്ലാം മുറിഞ്ഞു പോകും, അത്രയ്ക്ക് സോഫ്റ്റാണ്. അപ്പം നമ്മൾ ഇത് കൈകാര്യം ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് എടുത്തു വെക്കാനും അതിൻ്റെ ഇലകളെല്ലാം കെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. ഇതുപോലെ ഒരു പ്ലാന്റ് എൻ്റെ കയ്യിലുള്ളത് ഞാൻ എടുത്തു മാറ്റുന്ന സമയത്ത് അറിയാതെ കയ്യിൽ നിന്ന് താഴെ വീണ് പോയപ്പോൾ തന്നെ അതിൻ്റെ പകുതിയിലധികം ഇലകളും ഒടിഞ്ഞു പോകാനുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഇൻഡോറായിട്ടൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് ആഫ്രിക്കൻ വയലറ്റ്. അപ്പോൾ അതിനെക്കുറിച്ച് മുൻപ് നമ്മൾ വിശദമായിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ പറയാനുള്ളത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കാണുന്നവരെ ഹാപ്പി ഗാർഡനിങ്.